എൻ്റെ പേര് ജോർജ് സാബു. ഞങ്ങൾ ചങ്ങലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഇതൊരു ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ മോഡലാണ്. ഈ പ്രൊജക്ടിന്റെ ലീഡർ ഞാനാണ്. ഞാൻ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു മേഖലയാണ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വളരെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യും, ഇതിൽ നിന്ന് ഉപകാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വേസ്റ്റ് രണ്ടിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണ്, നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. ബയോഡിഗ്രേഡബിൾ നമ്മൾ വേസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൗസ് ഹോൾഡ് വേസ്റ്റ്, കൗഡർ, ഹ്യൂമൻ വേസ്റ്റ് ആണ്. നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ എല്ലാതരം പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഹൗസ് ഹോൾഡ് വേസ്റ്റിനെ കൗഡറിനെയും മറ്റ് വേസ്റ്റ് പ്രശ്നം ഉള്ളിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും അനാരോബിക് ഗ്രാൻഷിലേക്ക് കൊണ്ടുപോകും. അവിടെ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആ ബയോഗ്യാസ് നമ്മൾ ബയോഗ്യാസ് സ്റ്റോർ ചെയ്യും. പിന്നെ നമ്മളതിലൂടെ ഹെൽത്ത് ഹീറ്റ് ഫ്യൂവലാക്കി യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത് ഹ്യൂമൻ വേസ്റ്റിലേക്കാണ്. ഈ ഹ്യൂമൻ വേസ്റ്റ് നമ്മൾ ബോയിലിംഗ് യൂണിറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് നമുക്ക് പ്യുവർ വാട്ടർ തന്നെ കിട്ടും. ആ പ്യുവർ വാട്ടർ നമ്മൾ വാട്ടർ ടാങ്കിൽ സ്റ്റോർ ചെയ്യും. പിന്നെ നമ്മുടെ കിട്ടുന്ന മിച്ചം വരുന്ന സോൾട്ട് വേസ്റ്റ് അതിനെ നമ്മൾ അനാരോബിക് ഗ്രാൻഷിലേക്ക് കൊണ്ടുപോകും. അവിടെ നമ്മൾ ഇതിലൂടെ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ബയോഗ്യാസിനെ നമ്മൾ ബയോഗ്യാസ് സ്റ്റോർ ചെയ്യും. പിന്നെ ഇവിടെയുള്ള അനാരോബിക് ഇവിടെ കിട്ടുന്ന സോൾട്ട് വേസ്റ്റിനെ നമ്മൾ ഡൈജസ്റ്റേഷൻ നടത്തുന്നത്. അതിനെ നമ്മൾ ഡയറക്റ്റായി സ്റ്റോർ ചെയ്യും. നമ്മുടെ ഇന്ത്യ അഗ്രികൾച്ചർ ഫീൽഡിലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ സെക്കൻഡാണ് വേൾഡ് വൈസ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഹ്യൂജ് പ്രോഫിറ്റ് ബാഡ് പഠിച്ചെടുക്കാൻ സാധിക്കും. ഇനിയുള്ളത് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണ്. നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് പ്രധാനമായും പ്ലാസ്റ്റിക് വേസ്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ ആദ്യം കൊണ്ടുവന്നത് പ്രീ ട്രീറ്റ് പ്രോസസ്സിലാണ്. അവിടെ അൺവാണ്ടഡ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്തത്. ആ റിമൂവ് ചെയ്ത പ്ലാസ്റ്റിക്കിനെ വീണ്ടും ഡെൻസിഫറിലേക്ക് കൊണ്ടുവന്നത്. ഡെൻസിഫർ വെച്ച് ഈ പ്ലാസ്റ്റിക്കിനെ കംപ്രസ് ചെയ്യും. അതിലൂടെ നമുക്ക് ക്യാരി ചെയ്യാനുള്ള സിംപ്ലിസിറ്റി ആവുന്നു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോയത് പ്ലാസ്റ്റിക് കട്ടറിലേക്കാണ്. പ്ലാസ്റ്റിക് കട്ടറിൽ പ്ലാസ്റ്റിക്കിനെ സ്മോൾ വിസർജൻ പറ്റും. അതിനുശേഷം പൈറോളിസിസ് ചേമ്പറിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ 500-800 ഡിഗ്രി ഹീറ്റ് ആവുന്നു. അതിന് ഫലമായി നമുക്ക് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോയ പ്ലാസ്റ്റിക്കിനെ കണ്ടൻസറിൽ വെച്ച് തണുപ്പിച്ച് ഓയിലാക്കി മാറ്റുന്നു. ഈ പൈറോളിസിസ് പ്രോസസ്സിൽ ഫൈനൽ പ്രോഡക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ 80% ലിക്വിഡ്, അതുപോലെ തന്നെ 50% ഗ്യാസ് ആൻഡ് 5% കാർബൺ. ഇതിനായിട്ട് 80% ലിക്വിഡിൽ നമുക്ക് ഡീപ്രോസസ്സിലൂടെ ന്യൂക്ലിയസിലൊക്കെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 50% ഗ്യാസ് നമുക്ക് ഫർണസുകളിൽ ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 5% കാർബൺ നമുക്ക് സ്ലാഗായി കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നത് ദോഷമാണെന്ന് വിചാരിക്കുന്ന പ്ലാസ്റ്റിക്കിനെ ഉപകാരപ്പെടുത്താമെന്നാണ്.